blessing today. ബ്ലെസ്സിങ് ടുഡേയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വ്യാഴാഴ്ചയിലെ എപ്പിസോഡ് നമ്മുടെ മുൻപിലേക്ക് വന്നപ്പോൾ ഇത് അനേകർക്ക് പ്രയോജനപ്രദമായി തീർന്നതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച 2 പേരാണ്. അവർക്ക് വേണ്ടി നമ്മൾ ഈ സമയത്ത് പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. ആദ്യമേ തന്നെ ബാംഗ്ലൂരിൽ നിന്ന് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയാണ്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. മകന് വേണ്ടി, അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, ക്യാൻസറിൽ നിന്ന് പൂർണ്ണമായ സൗഖ്യം ഈ സമയത്ത് അവരുടെ മേൽ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ കർത്താവെ, അവരുടെ പ്രൊഫഷണൽ കരിയേഴ്സിൻ്റെ മേൽ, കർത്താവെ, ജോലിയുടെ മേൽ ദൈവത്തിൻ്റെ വിജയമുണ്ടാകട്ടെ, അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഹല്ലേലൂയ. ഈ കുടുംബത്തെ ഞങ്ങളിപ്പോൾ ചേർന്ന് അനുഗ്രഹിച്ചിരിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. അപ്പോൾ തന്നെ എറണാകുളത്ത് നിന്ന് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത മറ്റൊരു വ്യക്തിയാണ്. അവർക്ക് കൂടെ വേണ്ടിയിട്ട് നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവർക്ക് കർത്താവെ ഗവൺമെൻറ്റിൽ പെർമനൻ്റ് ആയിട്ടുള്ളൊരു ജോലി ലഭിക്കുവാനായി ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അവരുടെ കുടുംബത്തിലെ അംഗങ്ങൾക്ക് എല്ലാവരുടെ മേലും ദൈവികമായ ആരോഗ്യവും ശക്തിയും ബലവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ 2 വ്യക്തികളെയും കുടുംബങ്ങളെയും ഞങ്ങളിപ്പോൾ ചേർന്ന് അനുഗ്രഹിച്ചിരിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ ഈ എപ്പിസോഡിൻ്റെ പിറകിൽ പ്രവർത്തിച്ച, ഞങ്ങൾക്ക് അനുഗ്രഹമായി തീർന്ന ഈ 2 വ്യക്തികളോടും അവരുടെ കുടുംബാംഗങ്ങളോടും പ്രത്യേകമായി ബ്ലെസ്സിങ് ടുഡേയുടെ പേരിലുള്ള നന്ദി ഈ സമയത്ത് ഞങ്ങൾ അറിയിക്കുകയാണ്. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ പത്തനംതിട്ട ഡിസംബർ 11 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. സെന്റ് സ്റ്റീഫൻ ഓഡിറ്റോറിയം, മാക്കാംകുന്ന്, പത്തനംതിട്ട. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ തിരുവനന്തപുരം ഡിസംബർ 12 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ബിഷപ്പ് പെരേര ഹാൾ, നന്ദാവനം റോഡ്, പാളയം, തിരുവനന്തപുരം. പൈശാചിക ശക്തികൾ യേശുവിന്റെ നാമത്തിൽ വെളിയിൽ പോകട്ടെ. വിടുതലുകൾ ഉണ്ടാകട്ടെ. കണ്ണുകൾ തുറന്നു വരട്ടെ. കണ്ണുകൾ തുറന്നു വരട്ടെ. കണ്ണുകൾ തുറന്നു വരട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ കണ്ണുകൾ തുറന്നു വരട്ടെ. ഉയരാത്ത കൈകൾ യേശുവിന്റെ നാമത്തിൽ ഉയരട്ടെ. കൈ ഉയർത്താൻ ബുദ്ധിമുട്ടുള്ളവർ ഇപ്പോൾ ഉയർത്തുക. നടുവേദനയുള്ളവർ കുനിയുക, നിവരുക, വശങ്ങളിലേക്ക് ചരിയുക. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ അത്ഭുതം നടക്കുക. അവസാനം ക്യൂവിൽ വരുമ്പോഴല്ല, ഇപ്പോൾ അത്ഭുതം നടക്കുന്നു. വേണ്ടവർക്ക് സ്വീകരിക്കാം. ഓ മൈ ജീസസ്. യേശുവിന്റെ നാമത്തിൽ പ്രാപിക്കുക. യേശുവിന്റെ നാമത്തിൽ വിടുതലുകൾ, വിടുതലുകൾ, വിടുതലുകൾ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. അവിശ്വസിക്കരുത്. യേശുവാണ് പ്രവർത്തിക്കുന്നത്. പരിശുദ്ധാത്മാവാണ് പ്രവർത്തിക്കുന്നത്. Miracles are happening everywhere. In Jesus name പ്രാപിക്കുക. വിടുതലുകൾ നാളത്തേക്ക് മാറ്റരുത്. മീറ്റിംഗിന്റെ അവസാനത്തേക്ക് മാറ്റരുത്. സ്വർഗം തുറന്നിരിക്കുന്ന ഈ നിമിഷങ്ങളിൽ വിടുതലുകൾ സ്വീകരിക്കുക. മുഴകൾ അപ്രത്യക്ഷമാകുന്നു. മുഴകളുള്ള ഭാഗത്ത് കൈവയ്ക്കുക. മുഴകളുള്ള ഭാഗത്ത് കൈവയ്ക്കുക. സ്വീകരിക്കുക. അത്ഭുതം സ്വീകരിക്കുക. എവിടെയാണോ പ്രയാസം അവിടെ കൈവയ്ക്കുക. നെഞ്ചുവേദന മാറട്ടെ. വിടുതലുകൾ ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ വിടുതലുകൾ ഉണ്ടാകട്ടെ. Oh my Jesus, the power of the Holy Spirit is moving. എല്ലായിടങ്ങളിലും പരിശുദ്ധാത്മാവ് ചലിക്കുക. തിരിയാത്ത കഴുത്തുകൾ ഇപ്പോൾ തിരിക്കാൻ തുടങ്ങുക. യേശുവിന്റെ നാമത്തിൽ കഴുത്ത് തിരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ കഴുത്ത് തിരിക്കാൻ തുടങ്ങുക. കൈ നിവർത്താനോ കൈ വിരലുകൾക്കോ എവിടെയാണോ പ്രശ്നമുണ്ടായത് ആ ഭാഗം ഇപ്പോൾ ചെക്ക് ചെയ്യുക. യേശുവിന്റെ നാമത്തിൽ ചെക്ക് ചെയ്യുക. ഇപ്പോൾ തന്നെ ചെക്ക് ചെയ്യുക. നടുവേദനയുള്ളവർ ചെക്ക് ചെയ്യുക. നട്ടല് വളയ്ക്കുക, കുനിയുക, ഇരിക്കുക, വശങ്ങളിലേക്ക് നോക്കുക, കാൽമുട്ടുകൾ ചെക്ക് ചെയ്യുക. എല്ലാ അസ്ഥികളും സ്വതന്ത്രമാകട്ടെ. ഓ മൈ ജീസസ്. ഞാൻ ചുമ്മാ പറയല്ല, പരിശുദ്ധാത്മാവ് അതിശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്.
Receive your miracle right now. Receive your miracle right now. ശൂന്യതകളെ കർത്താവ് മാറ്റുന്നു. ശൂന്യതകൾ കർത്താവ് മാറ്റുകയാണ്. സിസിലി എന്ന് പേരുള്ളൊരു സഹോദരി എൻ്റെ വലത് ഭാഗത്തായി, ഈ ഭാഗത്ത് സിസിലി എന്ന് പേരുള്ളൊരു സഹോദരി കർത്താവ് ഈ ഭാഗത്ത് തൊടുന്നു. യേശുവിന്റെ നാമത്തിൽ വിടുതലുകൾ വരികയാണ്. കൊടിഞ്ഞു പോലെയുള്ള തലവേദനകൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. രോഗസൗഖ്യങ്ങൾ ശക്തിയോടെ നടന്നുകൊണ്ടിരിക്കുന്നു. നട്ടലിന്റെ തകരാറുകൾ സൗഖ്യമാകുകയാണ്. നട്ടല് ലോവർ ബാക്ക് സൗഖ്യമാകുന്നു. ലോവർ ബാക്ക്, നട്ടലിന്റെ താഴെ ഭാഗത്ത് പ്രയാസങ്ങളുള്ളവർ ഇപ്പോൾ സൗഖ്യമാകുകയാണ്. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. കാഴ്ചക്കുറവുള്ള കണ്ണുകൾ കാഴ്ച പ്രാപിക്കട്ടെ. കേൾവിക്കുറവുള്ള കാതുകൾ യേശുവിന്റെ നാമത്തിൽ കേൾവി പ്രാപിക്കട്ടെ. വലിയ മിറക്കിൾസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. യേശു മാത്രം, യേശു മാത്രം മതി. വൻഭാരങ്ങൾ പ്രയാസങ്ങൾ നേരിടും നേരത്ത് എൻ ചാരവേ കാണുന്നുണ്ടൻ കർത്താവ് ഇപ്പോൾ പ്രാർത്ഥിച്ച സമയത്ത് ഇവിടെ എന്താണ് ചെയ്തതെന്നുള്ളത് നമ്മളൊന്ന് കേൾക്കാം. വേഗത്തിൽ പറഞ്ഞു. കുറച്ച് സമയം കൈ ഉയർത്തി പിടിക്കുമ്പോൾ രണ്ട് ഷോൾഡറിന് നല്ല വേദനയായിരുന്നു. ഇപ്പോൾ ആ വേദന ഇല്ല. നല്ലവണ്ണം കൈ ഉയർത്തി പിടിച്ചുകൊണ്ട് നിൽക്കാൻ സാധിക്കുന്നുണ്ട്. അതായത് വന്നപ്പോൾ ഈ വേദന ഇങ്ങനെ കുറച്ച് സമയം ഉയർത്തി പിടിക്കുമ്പോൾ ഈ രണ്ട് സൈഡും ഒടിഞ്ഞു പോകുന്ന പോലത്തെ വേദനയായിരിക്കും. ഇപ്പോൾ ആ വേദന ഇല്ല. നല്ലവണ്ണം ഉയർത്താനും പറ്റുന്നുണ്ട്. കൈകൾ അടിച്ച് യേശുവിന് നന്ദി പറയാം. സിസ്റ്റർ ഒന്ന് മാറിക്കൊടുത്തു. അടുത്തയാൾ പറഞ്ഞു. എനിക്ക് 2 ആഴ്ച കൊണ്ട് എൻ്റെ ശരീരം ആകെ ചൊറിച്ചിലായിരുന്നു. ഇന്നലെ ഞാൻ ഡോക്ടറെ ചെന്ന് കണ്ടപ്പോൾ പറഞ്ഞു ഈ ഡയബറ്റിക് കൂടിയിട്ടാണ്. അപ്പൊ ഇപ്പൊ ഞാൻ ഇവിടെ വന്നു ഞാൻ എൻ്റെ ശരീരം ആകെ ചൊറിഞ്ഞ കൈയൊക്കെ നോക്കിയപ്പോ വളരെ കുറവുണ്ട്. അതുപോലെ തന്നെ എൻ്റെ കൈത്തോള് പൊങ്ങത്തില്ല. വലത്തെ കൈ പൊങ്ങില്ലായിരുന്നു. അപ്പൊ ആ കൈത്തോളിന് ഇപ്പൊ തന്നെ നല്ല വിടുതൽ കിട്ടി. ഒന്ന് കൈ പൊക്കി നോക്കിയേ, നോക്കൂ, നന്നായിട്ട് കൈ ഉയർത്തുന്നുണ്ട്. പരിശുദ്ധാത്മാവ് വ്യക്തമായി പറഞ്ഞു, ചൊറിച്ചിൽ, ശരീരം മുഴുവൻ ചൊറിച്ചിലുള്ള രോഗസൗഖ്യത്തിന്റെ സമയത്ത് പറഞ്ഞു, അവിടെ കർത്താവ് സൗഖ്യം കൊടുത്തു. നട്ടലിന് തേയ്മാനമായി 17 കൊല്ലം കൊണ്ടേ ഉണ്ടായിരുന്നു. ഞാൻ അടൂര് വന്ന് എനിക്കത് മാറിയതായിരുന്നു. കഴുത്തൊന്നും ഇപ്പൊ തിരിയാതെ കൈ പൊങ്ങത്തുമില്ലായിരുന്നു. ഇപ്പൊ 2 കൈ നല്ലതായിട്ട് പൊങ്ങുന്നു. കൈ ഉയർത്തുന്നു, താഴ്ത്തുന്നു. 17 വർഷമായി ഉണ്ടായിരുന്ന പ്രോബ്ലമാണ്. കർത്താവ് വിടുതൽ കൊടുത്തു. നടുവേദനയായിരുന്നു. ഇവിടെ നടുവേദനയായിരുന്നു. കൈ പൊക്കാൻ പറഞ്ഞപ്പം ഞാൻ ഇങ്ങനെ പൊക്കിയായിരുന്നു. അപ്പൊ ഇവിടെ ഇങ്ങനെ വേദന വന്നു. ഞാൻ പിന്നെ കൈ അങ്ങ് താത്തിട്ടു. ഇപ്പൊ എനിക്ക് ആ നടുവേദന മാറി. ഒരു 15 വർഷം കൊണ്ടുള്ള നടുവേദന. 15 വർഷമായിട്ട് നടുവേദന ഉണ്ടായിരുന്നു. ഇൻസ്റ്റന്റ് ആയി കർത്താവ് വിടുതൽ കൊടുത്തു. 7 മാസത്തോളമായി സന്ധിവാദമായിട്ട് ഞാൻ മരുന്ന് കഴിച്ചു. ഒരു കുറവില്ല. എനിക്ക് ഇവിടെ പിടിച്ച് എന്നെ ഇപ്പൊ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇവിടെ സ്റ്റേജിൽ ഞാൻ നിൽക്കുമ്പോൾ വലതുകാരനൊരു വിറയൽ പോലെ ഞാൻ വിളിച്ചലറി. അപ്പൊ ഞാൻ കൈ ഇങ്ങനെ മടക്കി സൗണ്ടാണ് ഇങ്ങനെ കേട്ടോണ്ടിരുന്നത്. അപ്പൊ എന്താ ഉണ്ടായത്? ഇപ്പൊ ഉണ്ടായത് ഇപ്പൊ കൈ ഇങ്ങനെ മടക്കത്തില്ലായിരുന്നു. ഇപ്പൊ കൈ ഇങ്ങനെ കൂടെ വന്ന ആരുണ്ട്? കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ആരാ കൂടെ വന്നത്? ഒറ്റയ്ക്കാണോ വന്നത് അമ്മ? കൂടെ വന്നതാണ്.
അല്ല ഈ പറഞ്ഞതെല്ലാം ശരിയാണ്. ഇങ്ങനെ ശരിയാണ്. 7 മാസം കൊണ്ട് ഞാൻ കൊണ്ട് നടന്ന് അന്വേഷിക്കുന്നതും കൊണ്ട് നടക്കുന്നതും പോകുന്നതും എല്ലാം കൊണ്ടുപോകുന്നത്. ഇന്നും പിടിച്ചാ ഇവിടെ കൊണ്ടുവന്നത്. നമ്മൾ പിടിച്ചാ കൊണ്ടുവന്നേ. ഞാൻ പിടിച്ചാ കൊണ്ടുവന്ന് കയറ്റിയത് ഇവിടെ. ഇപ്പൊ എന്തായാലും തന്നെത്താനെ ഇറങ്ങി ഈ കൈ ഇങ്ങനെ മടക്കി കാണിച്ചു. തന്നെ മടക്കി കാണിച്ചു. Today I'm going to talk about Jesus, the total remedy. പൂർണ്ണ പരിഹാരമായ ക്രിസ്തുവിനെ കുറിച്ചാണ് ഞാനിന്ന് നിങ്ങളോട് പറയുന്നത്. Hallelujah. ഹല്ലേലൂയ. Jesus is the total remedy for anything that we face in our lives. നിങ്ങളുടെ ജീവിതത്തിലുള്ള ഏതു പ്രശ്നത്തിനും എന്തൊരു കാര്യത്തിനുമുള്ള പൂർണ്ണ പരിഹാരമാണ് യേശു. If you interview everyone sitting here as an individual or as a family, you will tell me the problems that you are facing in your life. നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളെയോ കുടുംബങ്ങളെയോ ഒന്ന് ഇന്റർവ്യൂ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഓരോരുത്തർക്കും നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് പറയാനുണ്ടാകും. We as ministers, we hear a lot of prayer requests every day. ഞങ്ങൾ എല്ലാ ദിവസവും കർത്താവിന്റെ ശുശ്രൂഷക്കാരായതുകൊണ്ട് ആയിരക്കണക്കിന് പ്രാർത്ഥനാ വിഷയങ്ങൾ കേൾക്കുന്നവരാണ്. And many of them, when they speak out the prayer request, they cry. ചില ആളുകൾ അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ പറയുമ്പോൾ അവർ പൊട്ടിക്കരഞ്ഞു പോകുന്നു. Because they are passing through that tough situation or suffering or sickness for very long now. കാരണം അവർ അനുഭവിക്കുന്ന പ്രശ്നം, രോഗം വളരെ നാളുകളായി അവർ കഠിനമായി അനുഭവിക്കുന്നു. Some people are crushed in their problems. ചില ആളുകൾ അവരുടെ പ്രശ്നങ്ങൾ ഉടഞ്ഞിരിക്കുകയാണ്. They are internally broken. അവർ ആന്തരികമായി തകർന്നിരിക്കുന്നു. They don't have their joy. ചില അവരുടെ സന്തോഷം നഷ്ടപ്പെട്ടിരിക്കുന്നു. And many people go through sicknesses. പല ആളുകളും രോഗികളാകുന്നു. That's why we have a lot of hospitals, super specialty hospitals coming up. അതുകൊണ്ടാണ് നിരവധി ഹോസ്പിറ്റലുകളും സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളും നമ്മുടെ ചുറ്റും വളർന്നുകൊണ്ടിരിക്കുന്നത്. But let me tell you, because of sickness, many people are shattered in their lives. പക്ഷേ ഈ പലവിധമായ രോഗങ്ങൾ മുഖാന്തരം ആളുകൾ അവരുടെ ജീവിതത്തിൽ തകർന്നിരിക്കുന്നു. And many people are going through financial crisis. പല ആളുകളും സാമ്പത്തിക ക്ലേശങ്ങളിലൂടെ പോകുന്നു. Some other people go through relationship issues. ചില ആളുകൾ ബന്ധങ്ങളിലുള്ള പ്രശ്നം അനുഭവിക്കുന്നു. Or family problems. കുടുംബ പ്രശ്നങ്ങൾ, Separation, divorce. വേർപിരിയൽ, എല്ലാ കാര്യങ്ങളും. Some others are going through joblessness. ചില ആളുകൾ തൊഴിലില്ലായ്മയിലൂടെ കടന്നു പോകുന്നു. But usually what we do is we treat the symptoms. പലപ്പോഴും നമ്മൾ രോഗലക്ഷണങ്ങളെയാണ് ചികിത്സിക്കുന്നത്. We don't treat the real root cause of the issue. ആ പ്രശ്നത്തിന്റെ മൂലകാരണത്തെ, വേരിനെ നമ്മൾ ചികിത്സിക്കുന്നില്ല. But if you approach Jesus, നമ്മൾ യേശുവിന്റെ അടുക്കൽ പോയാൽ Jesus will never treat the symptom. യേശു ഒരിക്കലും ലക്ഷണത്തെ ചികിത്സിക്കുകയില്ല. But Jesus will go down to the root of the problem. എന്നാൽ യേശു ആ പ്രശ്നത്തിന്റെ ആ വേരിലേക്ക് കടന്നു പോകും. Hallelujah. ഹല്ലേലൂയ. So how many of you really want to have the real solution for your real problems? നിങ്ങൾ എത്ര പേർക്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള യഥാർത്ഥ പരിഹാരം കാണുവാൻ ആഗ്രഹിക്കുന്നു? Can I see your hands? അങ്ങനെയുള്ളവരുടെ കരങ്ങളൊന്ന് കാണട്ടെ. Put your hands down. കരങ്ങൾ താഴെ ഇടാം. When Jesus was here on earth, യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ one day people brought a sick man to Jesus. ഒരിക്കൽ ആളുകൾ രോഗിയായ ഒരു വ്യക്തി യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. So everyone thought that Jesus is going to pray for the healing of the man. എല്ലാ ആളുകളും വിചാരിച്ചു യേശു ഇയാൾക്ക് വേണ്ടി രോഗം മാറുവാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. They thought that Jesus will rebuke that disease and he will get up. ചില ആളുകൾ വിചാരിച്ചു ഇവന്റെ രോഗത്തെ യേശു ശാസിച്ച് പുറത്താക്കും, അവൻ എഴുന്നേൽക്കും. But instead, do you know what Jesus did? പക്ഷെ പകരം യേശു എന്താ ചെയ്തെന്നറിയാമോ? Jesus said, "Son, your sins are forgiven." പക്ഷെ യേശു പറഞ്ഞത്, മകനെ നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. Hello. What did Jesus say? എന്താ യേശു പറഞ്ഞേ? Jesus never touched the sickness area, but instead Jesus said, "Son, your sins are forgiven." യേശു അവന്റെ രോഗമുള്ള ആ കാര്യത്തെയല്ല തൊട്ടത്. യേശു അതിന് പകരമായി പറയുകയാണ്, മകനെ നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. If you are in that place, what will you do? നിങ്ങളാണ് ആ സ്ഥാനത്താരെ, നിങ്ങൾ എന്ത് ചെയ്യും? You are having a serious illness. നിങ്ങൾക്ക് ഒരു ഗുരുതരമായ രോഗമുണ്ടെങ്കിൽ, But Jesus is saying, യേശു പറയുന്നു, "Son, daughter, your sins are forgiven." മകനെ, മകളെ, നിന്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു. You know, in that audience there were a lot of religious figures. കാരണം നിങ്ങൾക്കറിയാമോ, ആ അന്നത്തെ ജനക്കൂട്ടത്തിൽ നിരവധി മതപരമായ ആളുകൾ,
പരീശന്മാരുണ്ടായിരുന്നു. Many people were there, but they were irritated. ഈ മതാനുസാരികൾക്ക് ഇത് വളരെ ഇറിറ്റേഷൻ ഉണ്ടാക്കി. They said, instead of healing the sick man, this man is saying his sins are for who gave him authority to forgive sins. ഒരു രോഗി വരുമ്പോൾ രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതിന് പകരം യേശു ഇവന്റെ പാപങ്ങൾ ക്ഷമിക്കുകയാണ്. ആരാണ് പാപങ്ങൾ ക്ഷമിക്കുവാൻ യേശുവിന് അധികാരം നൽകിയെന്ന് ചോദ്യം ചെയ്തു. Do you know what Jesus said? എന്താ യേശു പറഞ്ഞതെന്ന് അറിയാമോ? Jesus forgave the sins of the man, then he healed the sick man. യേശു അവന്റെ പാപങ്ങൾ ക്ഷമിച്ച ശേഷം അവൻ സൗഖ്യമാക്കി. What Jesus really did was he was pointing out his finger to the root cause of the sickness. യേശു അവിടെ യഥാർത്ഥമായി ചെയ്തത് അവന്റെ രോഗത്തിന് പിന്നിലെ കാരണത്തിലേക്ക് വിരൽ ചൂണ്ടുകയായിരുന്നു. Hello? ഹലോ, How many of you get what I'm saying? ഞാൻ പറയുന്നത് എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? Shout one more hallelujah. അങ്ങനെയെങ്കിൽ ഒരു ഹല്ലേലൂയ ചേർന്ന് പറയാമോ? So Jesus is more interested in saving people from their sin nature than just healing their sicknesses. ചുമ്മാ ആളുകളുടെ രോഗങ്ങൾ മാത്രം സൗഖ്യമാക്കുന്നത് കൂടാതെ കൂടുതൽ അവരുടെ പാപപ്രകൃതത്തിൽ നിന്നും അവരെ രക്ഷിക്കുവാൻ യേശു കൂടുതൽ ഇൻട്രസ്റ്റഡ് ആണ്. So if you want to deep and find out the root cause of all the human problems, we have to go back through the Bible till we reach Genesis chapter 1 and 2 and 3. നമ്മൾ ഇന്ന് മനുഷ്യൻ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും ആ മൂലകാരണത്തിലേക്ക് നമ്മൾ ആഴത്തിലൊന്ന് ഇറങ്ങിച്ചെന്നാൽ നമ്മൾ ഇറങ്ങി ഉൽപ്പത്തി പുസ്തകം 1, 2, 3 അധ്യായങ്ങളിലേക്ക് നമ്മൾ ചെല്ലേണ്ടി വരും. There we see that the first couple of human beings were created by God. അവിടെ നമ്മൾ ഭൂമിയിലെ ആദ്യത്തെ ദമ്പതികൾ ഉടലെടുക്കുന്നത് കാണാം. And they were given some commandments, instructions to live. ചില ജീവിക്കാനുള്ള കൽപ്പനകൾ, നിർദ്ദേശങ്ങൾ കർത്താവ് നൽകി. But they disobeyed God. പക്ഷെ അവർ ദൈവത്തെ അനുസരിച്ചില്ല. What did they do? അവരെന്ത് ചെയ്തു? They disobeyed God. അവർ ദൈവത്തെ അനുസരിച്ചില്ല. But God had given already the warning. പക്ഷേ കർത്താവ് ഒരു മുന്നറിയിപ്പ് അവിടെ നൽകിയിരുന്നു. If you disobey my commandment, you will go into death. നീ എൻ്റെ കൽപ്പന അനുസരിച്ചില്ലെങ്കിൽ നീ മരിക്കും. Hello. So the first couple, they disobeyed God and they were cast out of the Garden of Eden. ആദ്യ ദമ്പതികൾ അവർ കർത്താവിനോട് അനുസരണക്കേട് കാണിക്കുകയും ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്തു. Exodus chapter 34 and verse number 7. പുറപ്പാട് പുസ്തകം 34 7-ാമത്തെ വചനം. Keeping mercy for thousands, forgiving iniquity and transgression and sin. ആയിരങ്ങളോട് കരുണ കാണിക്കുന്നവൻ, അകൃത്യവും അതിക്രമവും പാപവും ക്ഷമിക്കുന്നവൻ. So different kinds of disobedience is mentioned here. അവിടെ പല തരത്തിലുള്ള അനുസരണക്കേടിനെ കുറിച്ച് പറയുന്നു. One is iniquity. ഒന്ന് അകൃത്യം. Second one is transgression. രണ്ടാമത്തേത് അതിക്രമം. And the third one is sin. മൂന്നാമത്തേത് പാപം. In English, the words given is iniquity, transgression and sin. ബൈബിളിൽ പറഞ്ഞിരിക്കുന്നു അകൃത്യം, അതിക്രമം, പാപം. 3 kinds of disobedience, don't forget. 3 തരത്തിലുള്ള അനുസരണക്കേടുകളുള്ളത്. When we read Psalm 32 and verse number 1 and 2, നമ്മൾ സങ്കീർത്തനങ്ങൾ 32-ാം അധ്യായം 1-2 വചനങ്ങൾ വായിക്കുമ്പോൾ it is written, blessed is he whose transgression is forgiven, whose sin is covered. Blessed is the man to whom the Lord does not impute iniquity, and in whose spirit there is no deceit. 32-ാം അധ്യായം 1-ാമത്തെ വചനം. അതിക്രമങ്ങൾ ക്ഷമിച്ചും ലംഘനങ്ങൾ മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. Okay. യഹോവ പാപം ചുമത്താതെയും ആത്മാവിൽ കാപട്യം കലരാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. Again, these 3 words are coming there. ഇവിടെയും നേരത്തെ പറഞ്ഞ 3 കാര്യങ്ങൾ വരുന്നു. Transgression, sin, iniquity in a different order. പല ഓർഡറിലാണെങ്കിലും അതിക്രമം, പാപം, അതുപോലെ ലംഘനം അവിടെ കടന്നു വരുന്നു. And transgression, the Bible says, is forgiven. അവിടെ പറയുന്നു, അവിടെ അതിക്രമം ഇത് ക്ഷമിച്ചു കൊടുക്കപ്പെട്ടു. And sin is covered. പാപത്തെ മറച്ചു കളഞ്ഞു. And the Lord does not impute iniquity. യഹോവ പാപം ചുമത്താതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. Yeah, the last part it says the Lord does not impute that iniquity, or ദൈവം അകൃത്യം കണക്കിടാതിരിക്കുന്നവൻ. So 3 ways these disobedience are handled. 3 രീതിയിലാണ് ഇവിടെ അനുസരണക്കേണ്ട ദൈവം ഹാൻഡിൽ ചെയ്യുന്നത്. Number 1 is sin. ഒന്ന് പാപം. Sin means to miss the mark. പാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലക്ഷ്യം തെറ്റിപ്പോകുന്നു.
That means we are created for a special purpose, and if we are not meeting that purpose of God, we are sinning or we are missing the mark in our lives. അതിന്റെ അർത്ഥം ഇതാണ്, നമ്മൾ ദൈവം ഉദ്ദേശിക്കുന്ന കാര്യത്തിൽ നിന്ന് നമ്മൾ മാറിപ്പോവുകയാണെങ്കിൽ നമ്മൾ ആ മാർക്കിൽ നിന്നും ദൈവത്തിന്റെ പദ്ധതിയിൽ നിന്ന് നമ്മൾ മാറിപ്പോവുകയാണ്. ലക്ഷ്യം തെറ്റിപ്പോകുക. That is the meaning. This means all the wrong acts that we do without any special law given. അതിന്റെ അർത്ഥം ഇതാണ്, കർത്താവ് നൽകിയിരിക്കുന്ന കൽപ്പനയൊന്നും കൂടാതെ നമ്മൾ ചെയ്യുന്ന തെറ്റായ കാര്യങ്ങളാണ്. That is generally known as sin. It is very familiar. സാധാരണഗതിയിൽ പാപം എന്നറിയപ്പെടുന്നത് അതാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യം. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ പത്തനംതിട്ട ഡിസംബർ 11 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. സെന്റ് സ്റ്റീഫൻ ഓഡിറ്റോറിയം, മാക്കാംകുന്ന്, പത്തനംതിട്ട. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ തിരുവനന്തപുരം ഡിസംബർ 12 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ബിഷപ്പ് പെരേര ഹാൾ, നന്ദാവനം റോഡ്, പാളയം, തിരുവനന്തപുരം. ഇനി നമുക്കൊരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ചാൽ. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കർത്താവെ, മനസ്സുരുകി തകർന്നിരിക്കുന്ന പലരും ഉണ്ടല്ലോ കർത്താവെ. ദൈവമേ, ബന്ധുക്കൾ കൈവിട്ടു, ചില ആളുകൾ ഞങ്ങളെ കൈവിട്ടു എന്ന് പറയുന്ന ചിലരുണ്ട് കർത്താവെ. അങ്ങയുടെ ആശ്വാസത്തിൻ്റെ കരം ഈ സമയത്ത് ഇവരുടെ മേൽ അങ്ങ് വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബ പ്രശ്നങ്ങൾ നിമിത്തമായി വല്ലാതെ ഭാരപ്പെടും. ചിലപ്പോൾ ഒരുപക്ഷെ ഭാര്യയോ ഭർത്താവോ കുടുംബത്തിനകത്തുള്ള മറ്റംഗങ്ങൾ തമ്മിലോ ഒക്കെയുള്ള പ്രശ്നങ്ങളായിരിക്കാം. ദൈവമേ, ഇപ്പോൾ ആ പ്രശ്നത്തെ അങ്ങ് പരിഹരിക്കണമേ, അങ്ങ് ഇറങ്ങിച്ചെന്ന് അത് പരിഹരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവിക സമാധാനത്തെ അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. താങ്ക് യു ജീസസ്. അപ്പോൾ തന്നെ ചില മദ്യപാനികളുടെ മദ്യപാന നിമിത്തമുള്ള പ്രശ്നം കർത്താവെ, ഇപ്പോൾ അത് മാറിപ്പോകട്ടെ. അതിനോടൊപ്പം തന്നെ അവരുടെ മദ്യപാനവും അവസാനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ദൈവമേ, അതുപോലെ സാമ്പത്തികമായി ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്ന ഒത്തിരി പേരുണ്ട്. പക്ഷേ അതിൽ ചില ആളുകളുടെ കാര്യത്തിൽ കർത്താവ് ചില പരിഹാരങ്ങൾ ഇപ്പോൾ വെക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ദൈവികമായ പരിഹാരം ഈ സമയത്ത് വന്ന് ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അപ്പോൾ തന്നെ ചില പ്രത്യേക അസുഖങ്ങൾ നിമിത്തം നിങ്ങളുടെ മക്കൾക്ക് ചില അസുഖങ്ങളുണ്ട്. അതുകൊണ്ട് എങ്ങനെയാണ് വിശ്വസിച്ചൊരു കല്യാണം ആലോചിക്കുക എന്നുകൂടിയാണ് നിങ്ങൾ പ്രയാസപ്പെടുന്നത്, ഭാരപ്പെടുന്നത്. എന്നാൽ കർത്താവ് പറയുന്നു, അത്ഭുതകരമായി നിങ്ങളുടെ മക്കളുടെ വിവാഹം നടക്കാൻ പോകുകയാണ്. ആ രോഗത്തെ കർത്താവ് സൗഖ്യമാക്കുകയും അതറിഞ്ഞുകൊണ്ട് തന്നെ വരുന്ന ചില പങ്കാളികൾ, ചില യൗവനക്കാർ നിങ്ങളുടെ മക്കളുടെ വിവാഹം നടക്കാനായി പോകുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഈ സമയത്ത് അങ്ങനെ തന്നെ ഒരത്ഭുതം നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. രോഗികളായിട്ടുള്ള വ്യക്തികൾ ഈ സമയത്ത് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങിയാൽ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത വിധത്തിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ തന്നെ തല കറങ്ങുന്ന പോലെ, തല ചുറ്റുന്നത് പോലുള്ള അസുഖം യേശുവിൻ്റെ നാമത്തിൽ ഈ സമയത്ത് അത് പൂർണ്ണമായിട്ടും മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അതുപോലെ വയറ് ഇങ്ങനെ വീർത്തുകൊണ്ടിരിക്കുന്ന ഒരസുഖം, ഉദരം ഇങ്ങനെ വീർക്കുന്ന ഒരസുഖം യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ആ വ്യക്തി സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സൗഖ്യമാകട്ടെ. നിങ്ങളുടെ വയറ് ചുരുങ്ങാനായി പോകുകയാണ്. ഈ സമയം മുതൽ അത് സംഭവിക്കുകയാണ്. വിശ്വസിക്കുക, അത്ഭുതകരമായ വിടുതൽ സംഭവിക്കാനായിട്ട് പോകുകയാണ്. അതുപോലെ ഫാറ്റി ലിവർ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ അത് സൗഖ്യമാകുകയാണ്. അതുപോലെ തന്നെ ഈ ഭാഗത്തായിട്ട് കൈയുടെ ഈ ഭാഗത്തായിട്ട് വലിയ മുഴകളുള്ള ചില വ്യക്തികളെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ മുഴകൾ സൗഖ്യമാകട്ടെ. തൈറോയിഡ് യേശുവിൻ നാമത്തിൽ നോർമലായി തീരട്ടെ. BP യേശുവിൻ്റെ നാമത്തിൽ നോർമലായി തീരട്ടെ. അതുപോലെ ഷുഗർ യേശുവിൻ നാമത്തിൽ അത് ശരീരത്തിൽ നോർമലായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഏത് വിഷയമാണെങ്കിലും ഏത് പ്രശ്നമാണെങ്കിലും ഇപ്പോൾ ഇവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിഷയത്തിൻ്റെ മേൽ അത്ഭുതകരമായ ഒരു മറുപടി അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ.
താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ഏത് വിധത്തിലുള്ള രോഗമാണെങ്കിലും ഇപ്പോൾ വിശ്വസിക്കുക, യേശുവേ എന്ന് വിളിക്കുക, അത്ഭുതകരമായ രോഗസൗഖ്യം ഈ സമയത്ത് പ്രാപിച്ചെടുക്കുക. വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഞാൻ ഇനി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഈ ആഴ്ചയിൽ നടക്കുന്ന പരീക്ഷകൾ, വരുന്ന ആഴ്ചകളിൽ നടക്കുന്ന പരീക്ഷകളിൽ വലിയ വിജയം ഇവർക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം നല്ല രീതിയിൽ എഴുതുവാൻ കർത്താവിൻ്റെ കൃപ അങ്ങ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചില അസുഖങ്ങളുള്ള ചില വിദ്യാർത്ഥികളുണ്ട്, പരീക്ഷ എഴുതാൻ സാധിക്കില്ല എന്ന് നിങ്ങൾ കരുതുകയാണ്. പക്ഷേ ദൈവത്തിൻ്റെ സഹായത്താൽ നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ സാധിക്കും. ചിക്കൻ പോക്സ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ അത് മാറിപ്പോകുന്നു. നിങ്ങൾ നന്നായി പരീക്ഷ എഴുതാൻ പോകുകയാണ്. കർത്താവിൻ്റെ കരം ഇപ്പോൾ തന്നെ വിദ്യാർത്ഥികളുടെ മേൽ വന്ന് ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ ആഴ്ചയിൽ എക്സാം എഴുതുന്ന കുഞ്ഞുങ്ങളെ ഞങ്ങളിപ്പോൾ ചേർന്ന് അനുഗ്രഹിച്ചിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. നാളെ നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുന്ന പത്തനംതിട്ടയിലാണ്. അപ്പോൾ തന്നെ മറ്റന്നാൾ നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുന്ന തിരുവനന്തപുരത്താണ്. ഈ ബ്ലെസ്സിങ് ഫെസ്റ്റിവലിലേക്ക് കടന്നു വന്ന അനുഗ്രഹം പ്രാപിക്കാനായിട്ട് ഞാൻ നിങ്ങളെ പ്രത്യേകമായി വീടുകളിൽ വന്ന് ക്ഷണിക്കുകയാണ്. അപ്പോൾ തന്നെ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ 0484422211 എന്ന് പറയുന്ന നമ്പറിൽ വിളിച്ച് പറയാൻ മടിക്കരുത്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങളുണ്ട്, മറ്റ് അനേകരുണ്ട്. അത്ഭുതങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് വിളിക്കുക. നാളത്തെ എപ്പിസോഡ് ഈ ആഴ്ചയിൽ അവസാനത്തെ എപ്പിസോഡാണ്, കാണാൻ മറക്കരുത്. നാളത്തെ എപ്പിസോഡിലൂടെ നമുക്ക് വീണ്ടും കാണാം.